കൃത്യസമയത്തുള്ള ചെറിയച്ഛൻ്റെ വരവും ചെറിയച്ഛനെ സഹായിക്കാനെത്തിയ ആളുമൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ വീഴ്ച കൊതിച്ചവരാ. അവർക്ക് മുന്നിൽ തല താഴ്ത്താതിരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഞങ്ങൾ ഇറങ്ങുക. നിങ്ങൾ തെരുവിലിറങ്ങുന്നത് ചന്ദ്രശേഖരന് സങ്കല്പിക്കാൻ പോലും പറ്റുന്നതല്ല. കണിമംഗലം ഇപ്പോഴും നമ്മുടേത് തന്നെയാണ് ഏട്ടാ. ഏട്ടനും ഏട്ടത്തിക്കും അമ്മയ്ക്കും സമാധാനമായിട്ട് തിരിച്ചു കയറാം. ഇത്രയും കാലം ചന്ദ്രേട്ടനെ കുറിച്ച് പറയാത്ത ദൂഷ്യങ്ങളില്ല. എന്നിട്ടിപ്പോ കണ്ടോ, രക്ഷിക്കാൻ ചന്ദ്രേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണം കൂടി തിരക്കണമല്ലോ. നല്ല രീതിയിൽ നടന്നു വന്നിരുന്ന കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസും നമ്മുടെ കുടുംബവും എങ്ങനെയാ തകർന്നത്? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: കാര്യക്ഷമതയില്ലായ്മ. ഏട്ടാ, സത്യം പറഞ്ഞ നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു. ഈ കുടുംബത്തിന്റെ സർവനാശത്തിന് കാരണമായത് ദേ ഇവനാ, ഈ നിൽക്കുന്ന വരുൺ. നിഷേധിക്കാൻ പറ്റുമോ നിനക്ക്? ഏട്ടന്റെ പോലും അനുവാദമില്ലാതെ നീ കമ്പനിയിൽ നടത്തിയ പരിഷ്കാരങ്ങളില്ലേ? നീ നിയമിച്ച ആളുകളല്ലേ ഇതൊക്കെ നടത്തി കൂട്ടിയത്? അവിടം കൊണ്ടും തീർന്നില്ല. കുടുംബവും കമ്പനിയും ജപ്തി ഭീഷണി നേരിടുമ്പോൾ ശ്യാമ മാഡം വരുന്നു, സകല ബാധ്യതകളും അവർ തീർക്കുമെന്ന് പറയുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? മകളുടെ പേരിൽ എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്ന ദിവസം അവരെ കാണാനില്ല. നിങ്ങളൊക്കെ അതൊരു ദുരന്തമായിട്ട് പറയുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നു, അത് കരുതിക്കൂട്ടി ചെയ്ത് മാറി നിൽക്കലാണെന്ന്. എന്തൊക്കെയാ ചെറിയച്ഛൻ ഈ പറയുന്നത്? എന്റെ അമ്മ എന്തിനെങ്ങനെ മാറി നിൽക്കുന്നത്? അതിന്റെ പിന്നിലെ ബുദ്ധി വരുണിന്റേത് തന്നെയാ. കൈവശം വരാൻ പോകുന്ന കോടാനുകോടി കണിമംഗലത്തിന് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല എന്ന ഇവന്റെ ബുദ്ധി. ഭ്രാന്ത് വെറുതെ വിളിച്ച് പറയരുത്. കണിമംഗലത്തെ അപകടപ്പെടുത്തിട്ട് എനിക്ക് എന്ത് നേട്ടം വരാനാ? ചന്ദ്രശേഖര, വരുണിനെ നീ കുറ്റം പറയണ്ട. ഈ കുടുംബത്തിന് വേണ്ടി അവൻ കഷ്ടപ്പെട്ടത് എത്രയാണെന്ന് നിനക്കറിയില്ല. കഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ ഫലം കാണണ്ടേ അമ്മേ? പകരം കഷ്ടപ്പെട്ട് നേടി എന്ന് വിശ്വസിപ്പിച്ചു. അതിവന്റെ മിടുക്ക്. ചന്ദ്രശേഖര, ഈ നേരത്ത് നീ ഇവരെയും കൂട്ടി വന്ന് ഈ കുടുംബത്തെ രക്ഷിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷേ എന്റെ മോനെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആരും ആരെയും കുറ്റപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വീഴ്ചകൾ പരിഹരിച്ച് കണിമംഗലം തിരിച്ചു പിടിച്ചവൻ എന്ന നിലയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവർക്കും തിരിച്ച് കണിമംഗലത്തേക്ക് കയറാം. ആ കൂട്ടത്തിൽ ഈ രണ്ടു പേരും ഉണ്ടാകാൻ പാടില്ല: വരുണും രാധികയും. ഈ കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല ഏട്ടാ. കുടുംബം തകർത്തവൻ കുടുംബത്തിന് പുറത്ത്. അങ്ങനൊരു തീരുമാനമെടുത്താൽ നിങ്ങൾക്കകത്തേക്ക് കയറാം. അല്ലെങ്കിൽ അവരുടെ കൂടെ നിങ്ങളും പുറത്ത് വരൂ മാഡം.
രക്ഷകനായിട്ട് കയറി വന്നു. പക്ഷെ ശിക്ഷിക്കാനാ അവന്റെ തീരുമാനം, അല്ലേ പരമേശ്വരേട്ടാ? ഇക്കാര്യത്തിൽ നമുക്ക് വേറൊന്നും ആലോചിക്കാനില്ല പത്മിനി. നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ ആയിരിക്കും, അവരെവിടെയാണെങ്കിലും. വരുണേ, സൗഭാഗ്യങ്ങളൊക്കെ ചെറിയച്ഛനെടുത്തോട്ടെ. നമുക്ക് പോവാം മോനെ. അരുത് മുത്തശ്ശി, അങ്ങനെ പറയരുത്. ചെറിയച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാനാ ഞങ്ങളുടെ തീരുമാനം. അച്ഛനും അമ്മയും മുത്തശ്ശിയും ഇവിടെ ഈ കണിമംഗലത്തുണ്ടാവണം. എന്നിട്ട് നീ ഇവള് മാത്രം പുറത്തു പോകാനോ? വിടില്ല ഞാൻ നിന്നെ അങ്ങനെ. വരുൺ, കൂടുതൽ സൗകര്യങ്ങളൊന്നും അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും വേണ്ട. ഒരു ചെറിയ വീടായാലും മതി. അവിടെ നീയും രാധികയും ഉണ്ടാവണമെന്ന് മാത്രം. അച്ഛാ, കണിമംഗലത്ത് രാധികയുമായിട്ട് ജീവിച്ച അച്ഛനെയാണ് ഞാൻ തെരുവിലേക്ക് കൊണ്ടുപോകേണ്ടത്. അച്ഛൻ്റെ കാര്യം മാത്രമല്ല, മുത്തശ്ശിയുടെ. ഇതുവരെ ജീവിച്ച വീട്ടിൽ നിന്ന് ഈ പ്രായത്തിൽ മുത്തശ്ശി ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സഹിക്കില്ല. എനിക്ക് കുഴപ്പമില്ലടാ മോനെ. ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. നിങ്ങളെ പുറത്തു കൊണ്ടുപോയി ഞാൻ എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാലും നിങ്ങളെ തെരുവിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ചുമക്കേണ്ടി വരും. ഇത്തരം ഒരു അവസ്ഥയിൽ അതുകൂടി എൻ്റെ തലയിൽ ഉണ്ടാവരുത്. വരുൺ പറയുന്ന എല്ലാവരും ഒന്ന് കേൾക്കണം. ഞങ്ങൾ എന്നേക്കുമായിട്ട് ഇവിടം വിട്ട് പോകുന്നല്ല. എവിടെ പോയാലും ഞങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. ഇതിപ്പോ ചെറിയച്ഛൻ്റെ വാശിയല്ലേ, അത് നടക്കട്ടെ. മുത്തശ്ശി എപ്പോഴും എന്നോട് പറയാറില്ലേ, ഈ പ്രശ്നങ്ങളെല്ലാം തീരും, എല്ലാം പഴയതുപോലെ ആവുന്നു. ഞാൻ ഇറങ്ങുന്നത് ആ വിശ്വാസത്തോടെ, എല്ലാം തിരിച്ചു പിടിക്കാന്നുള്ള വിശ്വാസത്തോടെ. തോറ്റ് തലകുനിച്ചല്ല അച്ഛൻ്റെ മക്കൾ ഇറങ്ങുന്നത്, തല നിവർത്തി പിടിച്ചു തന്നെയാ. കാരണം ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ നടന്നൊക്കെ ചതിയാ. കൃത്യസമയത്തുള്ള ചെറിയച്ഛൻ്റെ വരവും ചെറിയച്ഛനെ സഹായിക്കാനെത്തിയ ആളുമൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ വീഴ്ച കൊതിച്ചവരാ. അവർക്ക് മുന്നിൽ തല താഴ്ത്താതിരിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, ഞങ്ങൾ ഇറങ്ങുക. എന്നിട്ട് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കാണോ നിങ്ങൾ പോവുക? അതൊന്നും തീരുമാനിച്ചിട്ടില്ല അമ്മേ.